Hi friends, welcome to our channel Keen on Fire. അപ്പോൾ ക്യുസാറ്റിൻ്റെ PVQs you can use it for കീം ഓൾസോ. ക്യുസാറ്റ് കുറച്ചൊരു ടഫാണ്, കുറച്ച് ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയാം കീമിനേക്കാളും. അപ്പോൾ ഒരുപക്ഷെ കീമും നെക്സ്റ്റ് ഇയറിൽ ഇതേമാതിരി തന്നെ ആകുമായിരിക്കും. സോ ദീസ് ആർ ദ സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദ ഡയമെൻഷൻസ് ഓഫ് ടോർക്ക്. ടോർക്കിൻ്റെ ഡയമെൻഷൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ടോർക്ക്. ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഫോഴ്സിൻ്റെ നമുക്കറിയാം മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ മാസിന് എന്ത് വരും? മാസ് ഈസ് എം, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എത്ര വരും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ അതുകൊണ്ട് മീറ്ററിന് എൽ വന്നു, എൽ ഇൻറ്റു ടി ടു ദ പവർ -2 അല്ലേ. ലെങ്ത്ത് എൽ ഇൻറ്റു ടി ടു ദ പവർ -2 വന്നു. ഇനി എന്താ? മാസായ ആക്സലറേഷൻ, ഡിസ്റ്റൻസിന് പിന്നെയും എന്ത് വന്നു? എൽ. സോ ഇറ്റ് ബിക്കംസ് എം എല്ലിൻ്റെ സ്ക്വയർ ടിയുടെ -2. സോ എം എൽ ടി ടു ദ പവർ -2 ആണ്. എന്ത് മനസ്സിലായല്ലോ? മാസിന് എം വന്നു, ആക്സലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് യൂണിറ്റ്. അതുകൊണ്ട് മീറ്ററിന് എൽ വന്നു, ടി സെക്കൻഡ് സ്ക്വയർ ആയതുകൊണ്ട് ടി ടു ദ പവർ -2. ഡിസ്റ്റൻസിന് പിന്നെയും എല്ല് വന്നു. അപ്പം ഈ ഒരു എല്ലും എല്ലും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ എൽ സ്ക്വയർ ആയി, ടി ടു ദ പവർ -2. ഓക്കെ, ദ തേർഡ് വൺ ഈസ് അല്ലേ. ഓക്കെ, എം എൽ സ്ക്വയർ ടി ടു ദ പവർ -2. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദിസ് ഈസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. Next question, you can read and answer. The unit of angular acceleration in SI unit. Acceleration, normal acceleration unit എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. they are asking for ആൽഫ. എന്തൊക്കെയാണോ ആൽഫ എന്ന് പറയുന്നത് ആംഗുലർ ആക്സലറേഷൻ. ആംഗുലർ ആക്സലറേഷൻ എവിടെ വന്നാലും അവിടെ നമുക്ക് മീറ്ററുള്ള റേഡിയൻസ് ആണ്. റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ് SI യൂണിറ്റ് ഓഫ് ആംഗുലർ ആക്സലറേഷൻ വരുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. എ ബോഡി മൂവിങ് ഇൻ എ സർക്കുലർ മോഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്. അപ്പോൾ ഒരു ബോഡി ഇങ്ങനെ സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ദ സ്പീഡ് ഈസ് കോൺസ്റ്റൻറ്റ്. ഒരു ബോൾ എന്തെങ്കിലും ഇങ്ങനെ സർക്കുലർ മോഷനിൽ പോവുകയാണ്. അപ്പോൾ സ്പീഡ് ഈസ് കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് അത് പോകുന്നത്. ലൈക്ക് ഇറ്റ് ബി കോൺസ്റ്റൻറ്റ് സ്പീഡ്, എന്തെങ്കിലും സ്പീഡ് കോൺസ്റ്റൻറ്റ് സ്പീഡായിട്ട് പോകുന്നു. ദെൻ അതിന് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഉണ്ടാവുമോ? ഇല്ല. വെലോസിറ്റി, സ്പീഡ് ഈ സർക്കുലർ മോഷനിൽ സ്പീഡ് സെയിം ആയിരിക്കും, ബട്ട് വെലോസിറ്റി ഡിഫറെൻ്റ് ആണ്. കാരണം വെലോസിറ്റിക്ക് എന്തുണ്ട്? വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. സോ ഇറ്റ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ബട്ട് വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഈ ഡയറക്ഷൻ, ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ഡയറക്ഷൻ, ഇവിടെ വന്നിട്ട് ടാൻജൻഷ്യലായിരിക്കും. ഇവിടെ ഈ ഡയറക്ഷനിൽ പോകുന്നു, ഈ പോർഷനിൽ ഇങ്ങനെ പോകുന്നു, ഇവിടെ ഇങ്ങനെ പോകുന്നു, ബാക്കിയുള്ളിടത്ത് ഒരു ടാൻജൻഷ്യലായിട്ട് ഇങ്ങനെ. സോ ഈച്ച് ആൻഡ് എവറി പോർഷനിൽ വെലോസിറ്റി ഈസ് ഡിഫറെൻറ്റ്. കാരണം വെലോസിറ്റി എന്താണ്? വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷനും കൂടെ ചേർന്നിട്ടാണ് വെലോസിറ്റി വരുന്നത്, സ്പീഡിൻ്റെ ഡയറക്ഷനും കൂടെ. അതുകൊണ്ട് സ്പീഡ് ഈസ് സെയിം ബട്ട് വെലോസിറ്റി ഈസ് നോട്ട് സെയിം. സെയിം വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ. ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോൺസ്റ്റൻറ്റ് സ്പീഡ് ആയതുകൊണ്ട് വി കാൺ ടെൽ ഇറ്റ് ആസ് കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് അല്ല. കാരണം ആക്സലറേഷൻ ഉണ്ടാവില്ല മിക്കവാറും കേസിൽ. കോൺസ്റ്റൻറ്റ് സർക്കുലർ മോഷൻ ആയതുകൊണ്ട് കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ദെൻ കോൺസ്റ്റൻറ്റ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി സെയിം ആണ്. കാരണം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സ്പീഡ്. ½ ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ ആണ്. അതിന് ഡയറക്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് കോൺസ്റ്റൻറ്റ് സ്പീഡ് ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് കൈനറ്റിക് എനർജി ആയിരിക്കും റൈറ്റ് ആൻസർ. കോൺസ്റ്റൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഓൾസോ ചേഞ്ചിങ് ഫ്രം ഈ പ്ലേസിൽ നിന്ന് ഈ പ്ലേസിലേക്ക് മാറുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് മാറും. അതേസമയം ഇവിടുന്ന് തൊട്ടടുത്ത ഒരു പോയിന്റിലേക്ക് മാറുമ്പം എഗെയിൻ ദി ഡിസ്പ്ലേസ്മെൻറ്റ് ചേഞ്ചസ്. സോ ഇത് ഇത്രയും ഡിസ്പ്ലേസ്മെൻറ്റ് മാറിക്കൊണ്ടേയിരിക്കും. ദെൻ എഗെയിൻ ഇറ്റ് കംസ് ടു ഇത്ര റൗണ്ട് ചെയ്ത് ഇവിടെ വരുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0. സോ അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഓൾസോ ചേഞ്ചിങ്. നമുക്ക് ആകെപ്പാടെ ഉള്ളത് കോൺസ്റ്റൻറ്റ് കൈനറ്റിക് എനർജിയാണ്. കോൺസ്റ്റൻറ്റ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് തിയറി പ്രോബ്ലംസ് വരും, തിയറി ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്തത്, എ വയർ ക്യാൻ സസ്റ്റെയിൻ ദ വെയിറ്റ് ഓഫ് 20 kg. ഒരു വയറിന് ഒരു 20 kg വെയിറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും ബിഫോർ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ്. ഇഫ് ദ വയർ ഈസ് കട്ട് ഇൻ ടു 2 equal parts, ഈച്ച് പാർട്ട് ക്യാൻ സസ്റ്റെയിൻ വെയിറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു വയറുണ്ട്, ആ വയറിന് ഒരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് എത്രയാണ് പറയുന്നത്? 20 kg വെയിറ്റ് അതിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. എപ്പോഴാണ്? നോർമൽ കേസിലല്ല, അതിങ്ങനെ മാക്സിമം അതിൻ്റെ ബ്രേക്കിംഗ് പോയിന്റിൽ. ഇത് ഈ 20 kg ഒരു
1 ഗ്രാം കൂടിക്കഴിഞ്ഞ് ജസ്റ്റ് അതാണ് ദാറ്റ് ഇസ് എ ബ്രേക്ക്. 1 ഗ്രാം കൂടിക്കഴിഞ്ഞാൽ ബ്രേക്ക്, അല്ലെങ്കിൽ ആ ബ്രേക്കിംഗ് 20 kg എത്തിക്കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആയിപ്പോൾ. അപ്പം ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 20 kg ആണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ 2 പീസ് ആക്കുന്നു. ഈ ചെറിയ സാധനത്തിന്, ഈ വലിയ ലെങ്ത് ഉള്ള സാധനത്തിന് 2 എണ്ണം ആക്കിക്കഴിഞ്ഞാൽ ഈച്ച് പാർട്ട് ക്യാൻ സസ്റ്റെയിൻ വെയിറ്റ്, ഓരോ പാർട്ടും എത്രമാത്രം വെയിറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതായത് ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്, ബ്രേക്കിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഫോഴ്സ് ബൈ ഏരിയ ആണ്, ഫോഴ്സാണ് നമ്മുടെ 20 kg എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എത്ര വരും, 200 ന്യൂട്ടൺ. അപ്പോൾ ഫോഴ്സ് ഈസ് അവർ 200 ന്യൂട്ടൺ. 200 ന്യൂട്ടൺ ആണ് ഡിവൈഡ് ബൈ ഏരിയ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത്. അപ്പോൾ ലെങ്ത് കുറഞ്ഞാലും ഇതിൻ്റെ എത്ര കുഞ്ഞ് പീസ് വന്നാലും അതിൻ്റെ ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് 200 ന്യൂട്ടൺ തന്നെയായിരിക്കും. 20 kgക്ക് അത് ക്യാരി ചെയ്യാൻ പറ്റും. കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ക്രോസ് സെക്ഷണൽ ഏരിയയാണ്. ഈ വയറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ബ്രേക്കിംഗ് സ്ട്രെസ് ഉണ്ടാകുന്നത്. സോ ബ്രേക്കിംഗ് വെയിറ്റ് എന്ന് പറയുന്നത്, ബ്രേക്കിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്, ദാറ്റ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി ബ്രേക്കിംഗ് സ്ട്രെസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഏരിയ, ഡിപ്പെൻഡ്സ് ഓൺ ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ അതുകൊണ്ട് ഇതിന് എത്ര കുഞ്ഞ് പീസായാലും ദാറ്റ് പീസ് ക്യാൻ ഓൾസോ ക്യാരി എ വെയിറ്റ് ഓഫ് 20 kg. Okay.